ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2 നേന്ത്രപ്പഴവും 1 കപ്പ് ഗോതമ്പ് മാവും വെച്ച് തയ്യാറാക്കിയെടുത്ത ഒരു അടിപൊളി പൂ പോലെ ഇരിക്കുന്ന ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വൈകുന്നേരങ്ങളിൽ ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് തൊലിയെല്ലാം കറുത്ത നല്ല പഴുത്ത 2 പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ 2 പഴത്തിൻ്റെയും തൊലിയെല്ലാം ഞാൻ നീക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം നമുക്ക് നെടുകെ ഒന്ന് 4ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 4ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറുകയും കൂടി നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാവേ. അപ്പോൾ 2 പഴവും നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ 2 പഴവും ഞാൻ ഒരു പ്ലേറ്റിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലേറ്റിൽ നിന്നും വേറൊരു ബൗളിലേക്ക് ഈ പഴം ഒന്ന് നീക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചോ ഒരു മാഷർ വെച്ചോ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ വെച്ചൊന്ന് പെട്ടെന്നൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താലും മതിയാവേ. അപ്പോൾ നന്നായിട്ട് മാഷർ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 150 ഗ്രാം ശർക്കര ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കൊരു കമ്പി അരിപ്പയിൽ കൂടി ഇതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാവ് മൊത്തം ഞാൻ അതിലേക്ക് അരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടോട് കൂടി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാവിൽ മിക്സാക്കി പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. ഗോതമ്പ് മാവിന് പകരം മൈദാ മാവ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സാക്കി എടുത്ത ബാറ്ററിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻ്റൊക്കെ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള് ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. എന്നിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇട്ടിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സാക്കി എടുത്തപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ പരുവം ഇതാണേ. ഇനി നമുക്കൊരു 5-6 കിണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് നെയ്യൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ബാറ്ററിൽ നിന്ന് ഒരേ തവി കോരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഭാഗം വരെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നിറച്ചൊഴിച്ചു കൊടുത്താൽ വെന്ത് കിട്ടുന്ന സമയത്ത് ചിതുമ്പി പോവേ. അപ്പോൾ ഒരു 1/4 ഭാഗം വെച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതുപോലുള്ള 6 ബൗളിലേക്ക് ഞാൻ ബാറ്റർ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് മാറി കിട്ടാനാണേ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനൊരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിൻ്റെ മേൽത്തട്ടും കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ നിറച്ച ബൗളുകൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള കിസ്മിസോ അണ്ടിപ്പരിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് എന്ത് നട്ട്സ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ സ്നാക്സ് ഇവിടെ വെന്തോ എന്ന് നമുക്കൊന്ന് നോക്കാം. നല്ല ആവി പറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു പപ്പടം കുത്തി വെച്ച് ഇതൊന്ന് കുത്തി നോക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് നല്ല പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പപ്പടം കുത്തി വെച്ച് കുത്തി നോക്കിയപ്പോൾ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഈ കിണ്ണങ്ങൾ ഓരോന്നെടുത്ത് വെളിയിലേക്ക് വെക്കാം. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പിൽ നിന്നും നമ്മുടെ ടീ കേക്ക് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. എല്ലാം അകന്നിരിക്കുന്ന കണ്ടില്ലേ. ഇനി ഒന്ന് മറിച്ചിടുകയേ വേണ്ടൂ. അപ്പോൾ പൂ പോലെ ഇളകി വരും. കണ്ടില്ലേ. അങ്ങനെ ബാക്കിയുള്ള എല്ലാം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല പൂ പോലുള്ള കേക്കാണ് കേട്ടോ. എല്ലാം ഞാൻ
കപ്പിൽ നിന്ന് മറിച്ച് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പഴം കൂടി ചേർത്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു മണവും പ്രത്യേക ഒരു പുളിപ്പും മധുരവും എല്ലാം കൂടി അടങ്ങിയ ഒരു രസികൻ ടീ കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. വൈകുന്നേരങ്ങളിൽ ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ടീ കേക്കാണ്. നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ 2 നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാമേ. 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ടീ കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനെടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. നല്ല പൂ പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ? നല്ല പൂ പോലത്തെ ടീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.